കേരളത്തിലെ BJP-യിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സ്ഥാന ആരോഹണങ്ങളും അവരോഹണങ്ങളും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേറ്റവും പ്രധാനമായി BJP-യിൽ അടുത്തുണ്ടായ ഒരു കൂടിച്ചേരലാണ് ദീർഘവർഷങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ അംഗമായിരുന്ന, കേരള കോൺഗ്രസിൽ അനേക വർഷങ്ങൾ പ്രവർത്തിച്ചിരുന്ന ശ്രീ PC ജോർജിന്റെ പ്രവേശനം. ശ്രീ PC ജോർജ് ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ സജീവമല്ലാതായി മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സ്വന്തം നിലയിൽ ജനപക്ഷം സെക്കുലർ എന്ന ഒരു പാർട്ടിയുമായി കുറെ നാളുകൾ മുന്നോട്ട് പോയി. എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ സ്വീകാര്യത അതിന് ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറെ നാളുകളായി പിന്മാറിയിരിക്കുകയായിരുന്നു. അനേക വർഷങ്ങൾ അദ്ദേഹം നിയമസഭയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. ഒരു സമയത്ത് അദ്ദേഹം ക്യാബിനറ്റ് റാങ്കോടുകൂടി ചീഫ് വിപ്പായിട്ട് പോലും പ്രവർത്തിച്ചു. പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയാകട്ടെ മധ്യ തിരുവിതാംകൂറാണ്. കർഷകരുടെ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള കോൺഗ്രസിലാണ് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെയും ഏലം, ഇഞ്ചി തുടങ്ങിയതായിട്ടുള്ള കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിയമസഭാ വേദികളിലും പുറത്തുമൊക്കെ ഉന്നയിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ പോലും ഉന്നയിച്ച്, യഥാർത്ഥത്തിൽ ശ്രീ പരേതനായ KM മാണിയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന് പ്രവർത്തിച്ച ഒരു സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു PC ജോർജ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജനപക്ഷം വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് വൈകി വന്ന ഒരു അവസരമാണ് BJP-യിൽ നിന്നുള്ള ഒരു ക്ഷണം. അദ്ദേഹത്തിന്റെ മകനും സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. അദ്ദേഹം ജനപക്ഷം എന്ന പേരിൽ തന്നെ മത്സരിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ അംഗമായിരിക്കുകയാണ്. അദ്ദേഹവും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സജീവമായതോടുകൂടി അച്ഛനും മകനും ചേർന്നുള്ള ഒരു സമവാക്യം രൂപപ്പെടുകയും അവർ രണ്ടുപേരും ഈ ജനപക്ഷം എന്ന പാർട്ടി കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഈ അടുത്ത കാലത്ത് BJP-യിൽ നിന്ന് ലഭിച്ച ക്ഷണം സ്വീകരിക്കുകയും അതിൽ ഔപചാരികമായി അംഗത്വമെടുക്കുകയും ചെയ്തു. ശ്രീ PC ജോർജ് ആകട്ടെ കേരളത്തിലെ പ്രാദേശിക നേതാക്കന്മാരിൽ നിന്നല്ല അംഗത്വം സ്വീകരിച്ച് അദ്ദേഹം ഡൽഹിയിൽ പോയി കേന്ദ്ര സീനിയർ നേതാക്കന്മാരിൽ നിന്നാണ് നേരിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജും അംഗത്വം നേടിയത്. അദ്ദേഹം അംഗത്വവും നേടി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സ്വാഭാവികമായി പല ഊഹാപോഹങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായി. ആ സമയത്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ പ്രധാനമായി ആളുകൾ, രാഷ്ട്രീയ രംഗത്തുള്ളവർ പ്രത്യേകിച്ചും കരുതിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമുദായിക സ്വാധീനം കൂടി മുതലെടുക്കാൻ തക്ക വിധത്തിൽ അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിൽ പാർലമെന്റ് മത്സരത്തിൽ സ്ഥാനാർത്ഥിയാക്കും BJP എന്ന് ഏതാണ്ട് എല്ലാവരും കരുതിയിരുന്നു. അദ്ദേഹവും ഒരളവ് വരെ കരുതിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കേരളത്തിന്റെ സാമുദായികമായ ഭൂപടം നോക്കുമ്പോൾ സാമുദായിക സ്വാധീനം ഏറ്റവും അധികം ലഭിക്കാൻ PC ജോർജിന് സാധ്യതയുള്ളത് പത്തനംതിട്ട നിയോജക മണ്ഡലമാണ്. പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ആന്റോ ആന്റണിയാണ് പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി പത്തനംതിട്ട മണ്ഡലം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മത്സരം കാഴ്ചവെക്കുവാൻ തക്കതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ചിന്ത ബലപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ PC ജോർജ് തന്നെയാണ്.
കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ പി സി ജോർജിനെ തന്നെ BJP പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി നിർത്തും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളത് മറ്റൊരു വിഷയം. പത്തനംതിട്ട ജില്ലയിൽ വളരെ പ്രബലമായ സ്വാധീനമുള്ള സാമുദായിക കക്ഷിയാണ് ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലാവരും കൂടി സഹായിക്കുമ്പോൾ ഗണ്യമായിട്ടുള്ള നിലയിൽ കുറച്ച് വോട്ടുകൾ പിടിക്കാൻ, ഒരുപക്ഷെ ജയിക്കാൻ വരെ സാധ്യത ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിന് BJPയെ കൂടുതൽ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ K. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും 2ാം സ്ഥാനത്ത് അദ്ദേഹം വരികയും ചെയ്തു. അന്നൊക്കെ ശബരിമല പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അത് ശ്രീ K. സുരേന്ദ്രന് വളരെ ഗുണകരമായി ഭവിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്ന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും സാമുദായികമായി ക്രൈസ്തവ സഭ അവിടെ ശക്തമായി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ അതിൻ്റെ പിന്തുണ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടിയത് സ്വാഭാവികമാണ്. ആ കണക്കുകൂട്ടലിലാണ് മിക്കവാറും എല്ലാവരും തന്നെ ശ്രീ PC ജോർജ് ആയിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് കരുതിയത്. എന്നാൽ BJPയുടെ സഖ്യകക്ഷിയായ BDJS, ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS PC ജോർജിനെതിരായി ചില അപശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തോ അനിഷ്ടം PC ജോർജിനെതിരായി പ്രകടിപ്പിക്കുകയും തുഷാർ വെള്ളാപ്പള്ളി പൊതുവേദികളിലൊക്കെ പരോക്ഷമായി PC ജോർജിനെ വിമർശിച്ച് സംസാരിക്കുകയും ഉണ്ടായി. അത് PC ജോർജിനെ വല്ലാതെ അലോരസപ്പെടുത്തി. അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷം അല്പം മോശമാകുന്നതായി BJP സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ കേന്ദ്ര നേതൃത്വത്തിനും ചിന്തയുണ്ടായി, അല്ലെങ്കിൽ കാണാനായി തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാറ്റം എന്ന രീതിയിൽ പെട്ടെന്ന് BJP ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയിലേക്ക് ശ്രദ്ധ മാറ്റുന്നത്. ശ്രീ അനിൽ ആന്റണിയുടെയും രാഷ്ട്രീയ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം അനേക വർഷങ്ങൾ വളരെ പ്രബലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും മാനസികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒത്തുനിന്ന ദീർഘകാല പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ശ്രീമാൻ AK ആന്റണി. അദ്ദേഹത്തിന്റെ മകനായ ശ്രീ അനിൽ ആന്റണി എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിട്ട് അദ്ദേഹം BJPയിൽ ചേർന്നത്. അദ്ദേഹം കൂടുതൽ സമയവും ഡൽഹിയിലാണ് പഠിച്ചതും പ്രവർത്തിച്ചതും. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു മാനസാന്തരം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിട്ട് അദ്ദേഹം BJPയിൽ അംഗമായത്. അത് സ്വാഭാവികമായി ഒരു മുതിർന്ന പൗരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതിന് അവകാശമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അക്കാര്യത്തിൽ യാതൊരു നിർദ്ദേശവും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ ഒരു ക്രൈസ്തവനായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചതിന്റെ ഫലമായും ശ്രീ PC ജോർജിനെതിരായി അപശബ്ദങ്ങൾ NDAയിലെ ഘടകകക്ഷി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയും PC ജോർജിന് അവസരം നഷ്ടമാവുകയും ചെയ്തു. ഈ കാര്യത്തിൽ PC ജോർജ് വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ ആ സ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിൽ വളരെ ഖിന്നനാണ്. അദ്ദേഹം അത് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ മാധ്യമങ്ങളോടുള്ള സംവാദത്തിലൊക്കെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം ആവുന്നത്ര സംയമനം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഈ തരുണത്തിൽ വളരെ മോശമായി വിമർശിക്കാനും ചിത്രീകരിക്കാനും വെള്ളാപ്പള്ളി നടേശനോ അദ്ദേഹത്തിന്റെ മകനോ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ അവസരവാദപരമായ നിലപാടും ഒക്കെ കേരള സമൂഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന്റെ മകന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ പാരമ്പര്യവും നന്നായി അറിയുന്ന ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത്. തരം പോലെ അധികാരത്തോടെ എപ്പോഴും ഒട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെന്ന് പോലും വിളിക്കാൻ അർഹതയില്ലാത്ത ഒരു സംഘമാണ് ഈ BDJS എന്ന് പറയുന്നത്. വെറുതെ ഒരു
പാർട്ടി എന്ന പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പിതൃപുത്ര ബന്ധം അല്ലെങ്കിൽ ഒരു കുടുംബ പാർട്ടി തന്നെയാണ് അത് എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയൊന്നുമില്ല. അതിൽ കാര്യമായി ജനപിന്തുണയൊന്നും ഇതുവരെ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. യാതൊരു ആവശ്യവുമില്ലാതെയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും പരോക്ഷമായി അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും PC ജോർജിനെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ശ്രീ PC ജോർജ് ഇപ്പോൾ ആവുന്നത്ര നിയന്ത്രണവും സംയമനവും പാലിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിവേകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. പ്രകടമായി അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിരിക്കുന്ന അനിൽ ആന്റണിക്കെതിരായി രംഗത്തിറങ്ങുകയില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. ആദ്യമൊക്കെ അദ്ദേഹം 1-2 കമന്റുകളൊക്കെ പാസാക്കി അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്. അനിൽ ആന്റണിക്ക് പത്തനംതിട്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്, അദ്ദേഹത്തിന് എന്ത് പരിചയമാണുള്ളത്, അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ ശ്രീ PC ജോർജ് നടത്തുകയുണ്ടായെങ്കിലും BJPയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇടപെട്ട് അദ്ദേഹത്തെ ഇപ്പോൾ താൽക്കാലികമായി ശാന്തനാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അച്ചടക്കമുള്ള ഒരു BJPക്കാരനായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും തുടരുമെങ്കിൽ മോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും തക്കതായ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കും എന്നാണ് പൊതുസമൂഹം കരുതുന്നത്. ഏതായാലും PC ജോർജ് മനസ്സുകൊണ്ട് അസ്വസ്ഥനാണെങ്കിലും പ്രകടമായി രംഗത്തിറങ്ങി ശ്രീ അനിൽ ആന്റണിക്കെതിരായി പ്രവർത്തിക്കുകയോ എതിരായി എന്തെങ്കിലും പറയുകയോ ചെയ്യുമെന്ന് ഇപ്പോൾ കരുതേണ്ടതില്ല. അദ്ദേഹം യാന്ത്രികമായിട്ടെങ്കിലും പ്രചരണത്തിന്റെ മുൻനിരയിലൊക്കെ നിന്ന് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കും. അനിൽ ആന്റണി വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ പ്രവചനത്തിന് അതീതമാണ്. BJP എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി വളരെ ശക്തമായ ഒരു പാർട്ടി എന്ന നിലയിൽ പണം ഒഴുക്കിക്കൊണ്ട് തന്നെയാണ് അവർ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം ശ്രീ നരേന്ദ്രമോദി കാ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തും അല്ലാതെയും കൈപ്പിടിയിൽ ഒതുക്കി കുതിര കച്ചവടത്തിലൂടെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ തരം താണ രീതിയിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഏത് മാർഗം സ്വീകരിച്ചാലും മതി, അധികാരത്തിൽ വീണ്ടും എത്തണമെന്നുള്ള നിലവാരമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അരി വിതരണത്തിലൂടെയും അല്ലാതെയുള്ള വാഗ്ദാനങ്ങളിലൂടെയും ഒക്കെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറാൻ ഏത് കുതന്ത്രവും സ്വീകരിക്കുന്നതിൽ മടി കാണിക്കാത്ത ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി തരം താണിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് അധികപ്പറ്റാവുകയില്ല.